വാഴത്തോര് മുംബൈയിലാണെങ്കിൽ അലീനയും നമ്മുടെ എൽസമ്മയും ഒന്നാകുന്ന അല്ലെങ്കിൽ ഒന്നിക്കുന്ന സന്തോഷത്തിലാണ് സ്റ്റാലി എന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് നമ്മുടെ സ്റ്റാലിക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഭയമുണ്ട് ഒരു കണക്കിന് ആലോചിച്ചാൽ. അതായത് എൽസമ്മയുടെ വീട്ടുകാരും വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് സ്റ്റാലിനറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെ അവരെ പ്രതിരോധിക്കാം, എങ്ങനെ അവരുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന് സ്റ്റാൻലി ചിന്തിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സ്റ്റാലിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്ന് പറയുന്നത് തൻ്റെ മകളെ ഒരു ദുഷ്ടശക്തിക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ മകളുടെ വാക്ക് പോലെ, തൻ്റെ മകളുടെ ആഗ്രഹം പോലെ തന്നെ അവൾ തൻ്റെ കൂടെ ഇവിടെ നിൽക്കണമെന്നാണ് സ്റ്റാലിനും ആഗ്രഹിക്കുന്നത്. അവളുടെ വായിൽ നിന്നും നാവിൽ നിന്നും പപ്പ എന്ന വിളി കേട്ട് കൊതി തീരാത്തതും ഒരു കാരണമാകുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയാണെങ്കിൽ ഇവിടെ റീത്തയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സ്റ്റാലി പപ്പയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ റീത്തയുടെ കാര്യങ്ങൾ അലീനയോട് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവരൊരു ദുഷിച്ച സ്ത്രീയാണ് എന്ന് മാത്രമേ സ്റ്റാൻലി പറഞ്ഞു വെക്കുന്നുള്ളൂ എന്ന് കാണാൻ കഴിയും. അവർ എവിടെ പോയാലും നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അലീന പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അവരെ പോലെ ഒരു ദുഷ്ട സ്ത്രീയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നും സന്തോഷമുള്ള ജീവിതം നരകമാക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നും സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുന്നത് കാണാൻ കഴിയും, സാധിക്കും. അവർ ഒരു നശിച്ച അല്ലെങ്കിൽ ഒരു ദുഷ്ടയായ സ്ത്രീയാണ് എന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ അപ്പോൾ പപ്പയ്ക്ക് പപ്പയുടെ ഭാര്യയും മക്കളെയും അവരിൽ നിന്നും രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷേ അവർ ഇവിടേക്ക് വരില്ല എന്ന് പറയുന്നു. അവർക്ക് തൻ്റെ കൂടെ നിൽക്കാനോ തന്നെ സ്നേഹിക്കാനോ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ റീത്താൻ്റിയെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. റീത്താൻ്റി അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവരവിടെ നിൽക്കും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇവിടേക്ക് വരും. അതാണ് അവരുടെ പ്രകൃതമെന്ന് സ്റ്റാൻലി അലീനയോട് പറഞ്ഞു വയ്ക്കുന്നു. കൂടാതെ തന്നെ അവരാണെങ്കിൽ താനുമായിട്ട് വലിയ ബന്ധമൊന്നും വയ്ക്കുന്നില്ല എന്നും വല്ലപ്പോഴും ടെസമോളയും കൊണ്ട് ആ റീത്ത ഇവിടെ വരുന്നതല്ലാതെ എനിക്ക് അവരെ കാണാനായിട്ടും അവരോട് സംസാരിക്കാനായിട്ടും പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല എന്നും സ്റ്റാൻലി പറയുകയാണെന്ന് കാണാം. ഇവിടെയാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ അത് മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പപ്പയുടെ ഒറ്റപ്പെടലുകൾ തന്നെയാണ് പപ്പയെ മാറ്റിമറിച്ചത് എന്ന് തിരിച്ചറിയുന്ന അലീനയാണെങ്കിൽ പപ്പയുടെ ജീവിതം തിരികെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം എങ്ങനെയെങ്കിലും ഒരു തവണ എൽസമ്മയായ തൻ്റെ പപ്പയുടെ ഭാര്യയെ കാണണമെന്നുള്ള ആഗ്രഹം അലീനയുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അലീനയാണെങ്കിൽ അതിനായിട്ട് എന്തു ചെയ്യാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ വചന പ്രഘോഷണത്തിന് പോയിരിക്കുന്ന എൽസമ്മയെയും കൊണ്ട് റീത്ത എന്ന കാപട്യക്കാരി കടന്നു വരുന്നത് എന്ന് കാണാൻ കഴിയും. റീത്തയാണെങ്കിൽ ഒരുപാട് നുണകൾ അലീനയെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് കാണാം.
എങ്ങനെയെങ്കിലും അലീനയെ തല്ലി ഇറക്കി വിടണം എന്നുള്ള ചിന്തയാണ് റീത്തയുടെ മനസ്സിൽ. അതിന് പറ്റിയ ആയുധം ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ എൽസമ്മയാണ് എന്ന് റീത്ത വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റീത്തയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എൽസമ്മയെ മോട്ടറാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൽസമ്മയിൽ കുത്തിവെക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മ റീത്തയുടെ വാക്കുകൾ കേൾക്കുകയും 80% വിശ്വസിക്കുകയും 20% വിശ്വസിക്കാതെയാണ് സ്റ്റാലിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നതും സ്റ്റാലിനെ ചോദ്യം ചെയ്യുന്നതും സ്റ്റാലിനോട് ദേഷ്യപ്പെടുന്നതുമെന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, എൽസമ്മേ, നീ ഏത് എങ്ങനെ ഒക്കെ പറഞ്ഞാലും ഒന്നും തന്നെ ഇവിടെ മാറാനായിട്ട് പോകുന്നില്ല, ഇനി മാറുകയുമില്ല. നീ വിചാരിക്കുന്നത് ഒന്നും തന്നെ നടക്കാനും പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എൻ്റെ മകൾ, അവൾ എൻ്റെ കൂടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് പറയുന്നത് കാണാം. നീയല്ല ആര് വന്നാലും എന്നെ കൊന്നിട്ടല്ലാതെ ഇവളെ ഇവിടെ നിന്ന്, എൻ്റെ മകളെ ഇവിടെ നിന്ന് തള്ളിയിറക്കാനായിട്ട് നിന്നെ എരിപിരികേറ്റി വിട്ട റീത്തയെ കൊണ്ടോ സാധിക്കില്ല എന്ന് സ്റ്റാലി വെല്ലുവിളിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന ഈ ഉറക്കെയുള്ള സംസാരമൊക്കെ കേട്ട് വന്നെത്തുകയാണ് എന്ന് കാണാൻ കഴിയും. തുടർന്ന് അലീനയാണെങ്കിൽ നമ്മുടെ എൽസമ്മയോട് സംസാരിക്കുകയാണ്. എനിക്ക് ഒരു മോളെന്ന പരിഗണന തന്നാൽ മതി, എനിക്ക് സ്വത്തോ പണമോ അധികാരമോ ഈ കാണുന്നതൊന്നുമോ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എനിക്ക് നിങ്ങളുടെ മകളായിരുന്നാൽ മതി എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, എന്തു വേണോ അതൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നു. ഒടുവിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ അലീനയുടെ മുൻപിൽ പതിയെ വിട്ടുകൊടുക്കലിലേക്ക് നീങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. എൽസമ്മ പറയുകയാണ്, മോളെ, നിന്നെ പുറത്താക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്, ഞാൻ എൻ്റെ മനസ്സ് മാറ്റുകയാണ് എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.